നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ. നമസ്കാരം. നമ്മുടെ 18ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ ബാലിവധം കഴിഞ്ഞ് സുഗ്രീവന്റെ രാജ്യാഭിഷേകമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. രാജ്യാഭിഷേകം ചർച്ച ചെയ്യുന്നുവെങ്കിൽ തന്നെയും സുഗ്രീവൻ തന്റെ ആ പ്രതിജ്ഞയിൽ നിന്നും മറന്നുപോയിക്കൊണ്ട് രാജ്യത്തിന്റെ സുഖലോലുപതയിൽ അദ്ദേഹം അഭിരമിച്ചു കഴിയുകയാണ്. എന്തുകൊണ്ടാണ് താങ്കൾ അന്ന് ചെയ്ത സന്ധിയിൽ നിന്നും പിന്നോട്ട് പോയത് എന്നുള്ള ചോദ്യവുമായി രോഷാകുലനായി ലക്ഷ്മണൻ സുഗ്രീവന്റെ സമക്ഷത്തിലേക്ക് എത്തുന്നത്. ഒരു സന്ധി ചെയ്ത രാജാവിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പോ നമ്മുടെ കൂടെയുള്ളത് ആചാര്യൻ ശ്രീ ഗോപിനാഥ് പത്രികയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, ഈ സന്ധി ആദ്യം നമ്മൾ ചെയ്തല്ലോ, അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സന്ധി ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് രാജ്യം കിട്ടി, സുഗ്രീവന് രാജ്യം കിട്ടി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം അതിന്റെ സുഖലോലുപനായി അതിനകത്ത് അഭിരമിച്ചുകൊണ്ട് ഒരു പക്ഷെ അദ്ദേഹം ചെയ്ത സന്ധി മറക്കുകയാണ് ചെയ്തത്. അപ്പോ ആ അലസതയെ കുറിച്ചും ഒരു രാജാധികാരം കിട്ടിയ ശേഷമുള്ള അലസതയെ കുറിച്ചും ഒക്കെ ഒന്ന് നമുക്ക് സംസാരിക്കാം, മനനം ചെയ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. രാമായണ കഥാശ്രവണവും രാമായണ മനനവും അതിലൂടെ ലഭിക്കുന്ന ആനന്ദാനുഭൂതിയുമാണ് എന്നുമെന്നും ശാശ്വതമായിട്ടുള്ളതെന്ന് എല്ലാ സജ്ജനങ്ങളും മനസ്സിലാക്കണം. ഹൈന്ദവ ധർമ്മത്തിന് പൂജാബിംബമായി എന്നുമെന്നും കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അവദാനങ്ങൾ ലോകം മുഴുവൻ ഇന്നുമെന്നും അലയടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനന വിഷയം സുഗ്രീവ രാജ്യാഭിഷേകത്തിന് ശേഷമുള്ള ചില സംഭവങ്ങളാണ്. ബാലിവധം നിർവഹിച്ച് സുഗ്രീവനെ രാജാവാക്കി, അതാണ് വിഷയം. അപ്പോൾ നേരത്തെ തന്നെ ഒരു സന്ധി ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീരാമൻ സുഗ്രീവന്റെ മാഹാത്മ്യം മനസ്സിലാക്കി സന്ധി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. സന്ധി വേറൊന്നുമല്ല, സീതയെ വീണ്ടെടുക്കുന്നതിന് ശ്രീരാമനുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സുഗ്രീവൻ സന്നദ്ധനായി എന്നുള്ളതാണ്. എന്നാൽ രാജ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സുഗ്രീവന്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. നാം ആരോടാണ് സന്ധി ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ സന്ധി എന്ന് പറയുന്നത് കേവലം ഒരു ഒത്തുചേരലല്ല, അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം മാത്രമല്ല. സുഗ്രീവൻ സന്ധി ചെയ്തത്, സഖ്യം ചെയ്തത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള സങ്കല്പങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ ആർക്കാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്? സുഗ്രീവൻ അഗ്നിസാക്ഷിയായി ശ്രീരാമചന്ദ്രനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. സീതയെ കണ്ടെത്തുന്നതിന് താനും തൻ്റെ സൈന്യങ്ങളും ഒരുമിച്ച് അങ്ങയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു നിമിഷം അദ്ദേഹം മറന്നുപോയി. ഈ സൗഭാഗ്യത്തിൽ കുറച്ച് സമയം ആനന്ദിക്കാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം എല്ലാം മറന്നെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുവാൻ രാമദൂതനായ ലക്ഷ്മണൻ തന്നെ എത്തേണ്ടി വന്നു. അതാണ് ആ കഥയുടെ ഒരു പ്രത്യേകത. പക്ഷേ ഒട്ടനവധി നാളുകൾ അദ്ദേഹം ബുദ്ധിമുട്ടിയതിന്റെ ഒരു ഒട്ടനവധി നാളുകൾ ബുദ്ധിമുട്ടി. ഇതെല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബുദ്ധിമുട്ടാനുള്ളത് തന്നെയാണ്. എൻ്റെ ജീവിതമായാലും സമസ്ത മാനവരാശിയുടെയും ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകളാണുള്ളത്. പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞ് നമുക്ക് ഒരു നല്ല കാലം വരുമ്പോൾ പലപ്പോഴും നാം ആരോടാണോ സഖ്യം ചെയ്തത്, സന്ധി ചെയ്തത്, ആ ഒരു കാര്യം സൗകര്യപൂർവ്വം വിസ്മരിച്ചു പോകും. നമുക്കൊരു സന്ധിയുണ്ട്, ഒരു സങ്കല്പമുണ്ട്, ഒരു സഖ്യമുണ്ട്, അത് ഭഗവാനോടാണ്. അങ്ങനെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം.
അപ്പോൾ നമുക്ക് എന്നും എന്നും ഭഗവാനോട് അല്ലെങ്കിൽ സർവേശ്വരനോട് ഒരു സന്ധി ഉണ്ടെങ്കിൽ, ഒരു സഖ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റുന്നതിന് കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന ആ ഒരു തത്വം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാതെ ജീവിതത്തിൻ്റെ ആ സുഖലോലുപതയിൽ ആടിത്തിമർത്ത് കഴിയുമ്പോൾ നമ്മുടെ ദൗത്യം എന്താണോ ആ ദൗത്യം നിറവേറ്റാൻ സമയം കിട്ടാത്ത ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ദുഃഖമാണ്. അപ്പം എല്ലാ ദുഃഖങ്ങൾക്കും കാരണം സർവേശ്വരനോടുള്ള നമ്മുടെ ആ സന്ധിയിൽ ഭംഗം വരുത്തുക എന്നുള്ളത് കൊണ്ടാണ്. അതാണ് കാരണം. അപ്പോൾ ആ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ, ഈ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഓരോന്നും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമെല്ലാം പൂജയായി, ജഗന്മാതാവിനോടുള്ള ഒരു പൂജയായി നാം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുന്നത്. ആ സമാധാനമാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ സുഗ്രീവന് സംഭവിച്ചെന്താണോ അത് നമ്മെ കൂടി ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാറുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊന്നും പലപ്പോഴും നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാതെ വരുന്ന വേളയിൽ നാം ചിന്തിക്കേണ്ടത് നാം ആരോടാണ് സഖ്യം ചെയ്യേണ്ടത്, നമ്മുടെ സഖ്യം ആരോടായിരിക്കണം. ഒരേ ഒരു സഖ്യമുള്ളൂ, സർവേശ്വരൻ, സച്ചിദാനന്ദേശ്വരനായ പരബ്രഹ്മസ്വരൂപനായ മൂലകാരണമായ ഒരേ ഒരു നിമിത്ത കാരണമായ ആ സർവേശ്വരനോടുള്ള നമ്മുടെ സഖ്യം. അതാണ് ഈശ്വര പ്രേമം എന്ന് പറയുന്നത്. പ്രേമം എന്ന വാക്ക് ഈശ്വരനോട് ചേർത്താണ് അന്വയിക്കാറുള്ളത്. ആ ഒരു പ്രേമം, ആ മഹത്തായ പ്രേമം, ശാശ്വതമായ പ്രേമം നമുക്കുണ്ടായിരിക്കണം എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ യാത്ര അത്രമാത്രം സങ്കീർണമാണ്. അപ്പോൾ ഈ സങ്കീർണമായ യാത്രയിൽ ജീവിതത്തിൽ എന്നുമെന്നും നിലനിൽക്കുന്നതായ സുഖം ലഭിക്കണമെങ്കിൽ ആ ഒരു സഖ്യം നാം നിറവേറ്റണം എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ എല്ലാ സജ്ജനങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആ ഈശ്വരീയത വർദ്ധിപ്പിക്കുന്നതിന്, ആ മനസ്സെപ്പോഴും ഈശ്വര അഭിമുഖമായി തീരുന്നതിന്, പരമാത്മാവിൻ്റെ ഭാവങ്ങളെ മനനം ചെയ്ത് ജീവിക്കുന്നതിന് എല്ലാവർക്കും കഴിയുമാറാകണം എന്ന് ഇവിടെ ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു വെറും വാക്കല്ല. എന്നുമെന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് ഇതൊരു പാഠമായി തീരട്ടെ എന്നുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. സുഗ്രീവന്റെ രാജ്യാഭിഷേകവും സുഗ്രീവന്റെ സന്ധിയും നമ്മളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തുകൊണ്ടാണ് ഒരു സന്ധി പ്രാധാന്യം അറിയിക്കുന്നത് എന്നുള്ളതാണ്. ആചാര്യൻ നമ്മളോട് വിശദമാക്കിയത് സന്ധിയുടെ ദേവാംശമാണ്. ആ ഗുണനിലവാരത്തിൽ നിന്നും നമ്മൾ എന്നാണോ താഴേക്ക് പോകുന്നത് ആ സന്ധ്യയെ ഓർമ്മിപ്പിക്കുവാൻ പല കാര്യങ്ങളും വരുമെന്നുള്ളതും തീർച്ചയാണ്. അതുകൊണ്ട് സന്ധികൾ ചെയ്യുന്നവർ, ഈശ്വര സങ്കല്പത്തിൽ ചെയ്യുന്നവർ അത് മറക്കാതിരിക്കുക. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങൾ നാളെ 19ാമത്തെ എപ്പിസോഡുമായി വരും. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമസ്തേ ജഗൽപതേ, നമസ്തേ രമാപതേ, നമസ്തേ ദാശരഥേ, നമസ്തേ സതാം പതേ, നമസ്തേ വേദപദേ,